നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൂരാച്ചുണ്ടിലെ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച്. പച്ചക്കറി മാർക്കറ്റ് പാളയത്ത് നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് പാളയത്ത് ഹർത്താൽ. തെങ്ങിലക്കടവ് മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെന്റർ ഉടനെ പ്രവർത്തന സജ്ജമാക്കണമെന്ന് വെൽഫെയർ പാർട്ടി. ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് ജനതാദൾ എസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഐക്യദാർഢ്യം. ലോകത്തിലെ ഏറ്റവും വലിയ കൈത്തറി പാവാട എന്ന ഗിന്നസ് റെക്കോർഡ് സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് സംരംഭക ഷമീന ശശികുമാർ. ശിവരാത്രി മഹോത്സവങ്ങളിൽ പ്രസിദ്ധമായ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം അന്നദാനത്തിലും പ്രശസ്തം. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. കൂരാച്ചുണ്ടിലെ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പച്ചക്കറി മാർക്കറ്റ് പാളയത്ത് നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് പാളയത്ത് ഹർത്താൽ നടത്തി. ജില്ലാ വെജിറ്റബിൾ മാർക്കറ്റ് കോർഡിനേഷൻ കമ്മിറ്റിയും ഫ്രൂട്ട്സ് അസോസിയേഷനും ചേർന്ന് പാളയത്ത് നിന്നും കോർപ്പറേഷൻ ഓഫീസിലേക്ക് പ്രകടനം നടത്തി. കോഴിക്കോടിന്റെ പൈതൃകമായ പച്ചക്കറി മാർക്കറ്റ് പാളയത്ത് തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് ജില്ലാ വെജിറ്റബിൾ മാർക്കറ്റ് കോർഡിനേഷൻ കമ്മിറ്റി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ ചേർന്ന ധർണ KWA സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുൾ സലാം വടകര ഉദ്ഘാടനം ചെയ്തു. ജനങ്ങള് ഒരു മാർക്കറ്റ് രണ്ടായി കണ്ട് പച്ചക്കറി മാർക്കറ്റ് കുറച്ചങ്ങോട്ടേക്ക് മാറി. ഞാൻ ചോദിച്ച കുറച്ച് ഫ്രൂട്ട്സുകാർ ഇവിടെ കിടക്കും. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഫ്രൂട്ട്സ് മേടിക്കാൻ ഇങ്ങോട്ടും പച്ചക്കറി മേടിക്കാൻ അങ്ങോട്ടും. അപ്പൊ ഈ രണ്ട് മാർക്കറ്റുകൾ എന്തായി മാറി? ഇല്ലാതായി മാറി. സംഭവിച്ചത് ഈ 36 കച്ചവടക്കാരും ഇതേ ഭാഗത്ത് വന്ന് പ്രൈവറ്റ് മേഖലയിലുള്ള ഷോപ്പുകൾ വാങ്ങി അവരുടെ വ്യാപാരം പഴയ വ്യാപാരത്തിന്റെ ആരംഭിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മാർക്കറ്റ് ഇല്ലാതായി മാറുന്ന, ഒരു ദേശം ഇല്ലാതായി മാറുന്ന ഒരു പ്രവർത്തന രീതിയിൽ നിന്നും അധികാരികൾ പിന്മാറണം. കാരണം കൗൺസിലർമാരും തെരഞ്ഞെടുക്കുന്ന മേയർമാരും നമ്മുടെ പ്രതിനിധികളാണ്. നമ്മുടെ നാട്ടിന്റെ തുടിപ്പുകൾ അറിയുന്നവരാണ്.
ആ അറിയുന്ന ആളുകള് ഈ 5000-ഓളം വരുന്ന കച്ചവടക്കാരുടെ 5000-ഓളം വരുന്ന തൊഴിലാളികളുടെ ഉപജീവനം കഴിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളും വേദനകളും മനസ്സിലാക്കിക്കൊണ്ട് STU സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള, INTUC ജില്ലാ പ്രസിഡന്റ് കെ രാജീവ്, AITUC ജില്ലാ പ്രസിഡന്റ് EC സതീശൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെങ്ങിലക്കടവ് മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെന്റർ ഉടനെ പ്രവർത്തന സജ്ജമാക്കണമെന്ന് വെൽഫെയർ പാർട്ടി. ഈ ആവശ്യം ഉന്നയിച്ച് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. കോഴിക്കോട് തെങ്ങിലക്കടവ് മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെന്റർ ഉടനെ പ്രവർത്തന സജ്ജമാക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു. തെങ്ങിലക്കടവ് ക്യാൻസർ സെന്ററിനോടുള്ള അനാസ്ഥയ്ക്കെതിരെ വെൽഫെയർ പാർട്ടി നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനറൽ സെക്രട്ടറി മുസ്തഫ പാലാഴി മുഖ്യപ്രഭാഷണം നടത്തി. കാലിപ്പട്ടി തെരഞ്ഞെടുക്കും പൂച്ചക്ക് വയറ്റിലായ പൂച്ചക്ക് പ്രസവിക്കാൻ നേരം പൂച്ച തെരഞ്ഞെടുക്കും. ഇപ്പോൾ തെരഞ്ഞെടുക്കുന്ന പൂച്ചകളൊക്കെ തിരുവനന്തപുരത്ത് സർക്കാരിന്റെ ഖജനാവിൽ ഇപ്പോൾ എത്തി നിൽക്കുക. കാരണം ആകെ കാലിയായി നിൽക്കുന്ന സ്ഥലം സർക്കാരിന്റെ ഖജനാവേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു കാലി ഖജനാവുമായി പോകുന്ന ഒരു സർക്കാരിന് മുമ്പിൽ നമ്മളിത് പറയും പ്രയാസം ഉണ്ടാവും. തരാതൊരു പൈസ ഇല്ല, കരിവളയിട്ട് കിളിക്കാൻ മോഹം, അരിമണി ഒന്നും കുറിക്കാനില്ല എന്ന് പറഞ്ഞിട്ടില്ലേ. കുണ്ടിലിരിക്കും തവളക്കുഞ്ഞിന് കുന്തിന് മേലെ പറക്കാൻ മോഹം. ഇങ്ങനെയൊക്കെ മോഹങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഇത് വരാൻ പോകുന്നത് എന്താണ്? പരിയാരത്തെ ക്യാൻസർ സെന്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനേക്കാൾ മികച്ച സെന്റർ ഉണ്ടാക്കും, ഇതേപോലെ കോഴിക്കോട് വമ്പിച്ച സംവിധാനങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോഴും ഒരടി പോലും മുന്നോട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വെൽഫെയർ പാർട്ടി ഈ കത്തി നിൽക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം, കോഴിക്കോട്ടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, മലബാർ ക്യാൻസർ സെന്റർ തെങ്ങിലക്കടവിൽ യാഥാർത്ഥ്യമാക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുന്നത്. ജില്ലാ പ്രസിഡന്റ് TK മാധവൻ, ട്രഷറർ EP അൻവർ സാദത്ത്, വിമൻ ജസ്റ്റിസ് സംസ്ഥാന സമിതി അംഗം സുഫീറ എരമംഗലം, സുബൈദ കക്കോടി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് ജനതാദൾ എസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഐക്യദാർഢ്യ ധർണ ജില്ലാ പ്രസിഡന്റ് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജനതാദൾ എസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ധർണ നടത്തി. ജനതാദൾ എസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല, ഈ താങ്ങുവില പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഒട്ടനവധി കർഷകന്മാർക്ക് ജീവിക്കാനുള്ള അവകാശം നേടിയെടുക്കാനുള്ള ഒരു രീതി ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഈ ഗവൺമെന്റിന്റെ തെറ്റായ, പ്രത്യേകിച്ചും മോദി സർക്കാരിന്റെ ഈ തെറ്റായ സാമ്പത്തികവും അതുപോലെ തന്നെയുള്ള വിദേശവും ആഭ്യന്തര നയത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ സഹോദരങ്ങളെ ഡൽഹിയിൽ ഇങ്ങനെ പിടിഞ്ഞു വീഴുന്നത്. അപ്പോൾ നമ്മുടെ അന്നമുണ്ടാക്കുന്ന ഈ തൊഴിലാളികൾക്ക് നമ്മുടെ ഐക്യദാർഢ്യം പ്രവർത്തിക്കുന്നത് കേരളത്തിലെ ഏകദേശം 14 ജില്ലാ ആസ്ഥാനത്തിലുമാണ്. ഇതുപോലെയുള്ള ഈ സമരങ്ങൾ വളരെ അനുസൃതമായി എന്നും നമ്മൾ സംഘടിപ്പിക്കേണ്ട കാലഘട്ടമായിരിക്കുകയാണ്. പ്രത്യേകിച്ചിട്ടും നമ്മൾ ഒരു വലിയൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിലാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിൽ ഏറ്റവും നമ്മൾ ഉയർത്തേണ്ട ഒരു മുദ്രാവാക്യം ഈ കർഷകർ ഉന്നയിച്ചിട്ട് ന്യായമായ ആവശ്യങ്ങളായിരുന്നു. ഈ ആവശ്യങ്ങൾക്ക് ഐക്യദാർഢ്യം കൊടുക്കുന്നത് സമര പ്രചരണം പ്രവർത്തനം നമ്മൾ സംഘടിപ്പിക്കണം. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒട്ടനവധി ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ ജില്ലാ ജനറൽ സെക്രട്ടറി PT ആസാദ്, TK ബാലഗോപാൽ, TMK ശശീന്ദ്രൻ, ഷെരീഫ് വടകര, E അബ്ദുൾ മജീദ്, വീരാൻകുട്ടി, PK ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ ACയും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
ലോകത്തിലെ ഏറ്റവും വലിയ കൈത്തറി പാവാട എന്ന ഗിന്നസ് റെക്കോർഡ് സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് സംരംഭക ഷമീന ശശികുമാർ. 100 മീറ്റർ ചുറ്റളവിലുള്ള പാവാട നിർമ്മിക്കുന്നത് കൈത്തറിയെ പ്രോത്സാഹിപ്പിക്കാനാണെന്നും ഷമീന പറഞ്ഞു. ഹാൻഡ്ലൂം നമ്മൾ പുതിയ ന്യൂ ജനറേഷനൊന്നും അവർക്കൊരു അവയർനെസ് കൊടുക്കുക, ഹാൻഡ്ലൂം തന്നെ യൂസ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിൾ ബൈയിങ് എന്നുള്ളൊരു കാര്യം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടെ ഉണ്ട്. ഇത് ഹാൻഡ്ലൂമിൽ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ നമുക്കിപ്പം MP വരുന്നുണ്ട്, മേയർ എല്ലാവരും സപ്പോർട്ട്, ഇപ്പം ഹാൻഡ്ലൂം ചെയർമാൻ അവരെല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു ഹാൻഡ്ലൂമിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും, ഒരു വേൾഡ് വൈഡ് ഇത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളത് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം. 100 മീറ്റർ ആണ് ഇതിന്റെ സർക്കംഫറൻസ് വരുന്നത്. നടക്കാവ് സ്കൂളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 8ന് വിമൻസ് ഡേയുടെ അന്നാണ് ചെയ്യുന്നത്, മാർച്ച് 8. 11 മണിക്കാണ് നമ്മളവിടെ ഡിസ്പ്ലേ. നമ്മൾ 8 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും, എന്നാലേ നമുക്കത് 11 മണിയാകുമ്പോഴേക്ക് ഡിസ്പ്ലേ ചെയ്ത് കഴിയുള്ളൂ. അത്രയും 100 മീറ്റർ നമുക്ക് കറക്റ്റായിട്ട് ഇത് വെച്ചിട്ട് വേണം പിന്നെ മെഷർമെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ളത്. മാർച്ച് 8 വനിതാ ദിനത്തിൽ നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോകത്തിലെ ഏറ്റവും വലിയ പാവാട പ്രദർശിപ്പിക്കും. MK രാഘവൻ MPയും മേയർ ഡോക്ടർ ബീന ഫിലിപ്പും പങ്കെടുക്കും. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റിയുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ഷമീന ശശികുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശിവരാത്രി മഹോത്സവങ്ങളിൽ പ്രസിദ്ധമായ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം അന്നദാനത്തിലും പ്രശസ്തമാണ്. ഉത്സവ ദിവസങ്ങളിൽ നിത്യവും 5000-ലേറെ പേരാണ് അന്നദാനത്തിൽ പങ്കെടുക്കുന്നത്. വിഭവസമൃദ്ധമായ സദ്യയാണ് ക്ഷേത്രത്തിൽ ഭക്തർക്കായി ഒരുക്കുന്നത്. എല്ലാ വർഷവും വിപുലമായ തരത്തിലാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുള്ളത്. പ്രത്യേക പൂജകളോടൊപ്പം കലാപരിപാടികളും ആഘോഷവരവുകളും അന്നദാനവുമാണ് പുതിയമ്പലത്തിലെ ശിവരാത്രി ആഘോഷങ്ങളിൽ പേരുകേട്ടത്. ഉത്സവ ദിനങ്ങളിൽ ദിവസവും 5000-ഓളം ആളുകളാണ് ക്ഷേത്രത്തിന്റെ അന്നദാന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഓരോ ഭക്തനും വയറും മനസ്സും നിറച്ചാണ് ഇവിടെ അന്നദാനം നൽകുന്നത്. ഭക്ഷണം കുറഞ്ഞാലും വീണ്ടും പാചകം ചെയ്ത് വിളമ്പും. ഒരാൾക്കുപോലും ഭക്ഷണം കഴിക്കാതെ ഇവിടെ നിന്നും മടങ്ങിപ്പോകേണ്ടി വരാറില്ല. ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വിപുലമായ കമ്മിറ്റിയാണ് ഉത്സവത്തിനും അന്നദാനമടക്കമുള്ള ചടങ്ങുകൾക്കും നേതൃത്വം നൽകുന്നത്. കുറേ കൊല്ലങ്ങളായിട്ട് തുടർന്നു വരുന്ന ഒരു സമ്പ്രദായമാണ്. ഈ കൊല്ലവും വളരെ ഗംഭീരമായി നടക്കുന്നു. ഡെയിലി 4000-5000 ആളുകൾ വന്ന് കഴിച്ച് പോകുന്നുണ്ട്. വന്ന കൂട്ടരെ ആരും മടക്കി അയക്കാറില്ല. ചോറ്, സാമ്പാർ, കൂട്ടുകറി, ഉപ്പേരി, പപ്പടം, അച്ചാർ തുടങ്ങിയ വിഭവങ്ങളോടൊപ്പം ചില ദിവസങ്ങളിൽ പായസവും ഉണ്ടാകും. അന്നദാനത്തിൽ സാമ്പാർ, അതിൻ്റെ സൈഡിലൊരു കൂട്ടുകറി, ഉപ്പേരി, പപ്പടം, അച്ചാർ, ഇങ്ങനെ എല്ലാ സാധനങ്ങളും നല്ല വിഭവസമൃദ്ധമായ സദ്യയാണ് കൊടുക്കുന്നത്. നല്ല 10,000-5000 ആൾക്കാർ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വർഷവും ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഭക്തരുടെയും കാത്തിരിപ്പാണ്. നിറഞ്ഞ സംതൃപ്തിയോടെയാണ് ഭക്തർ ഭഗവാന്റെ പ്രസാദം കഴിച്ച് മടങ്ങുന്നത്. ഇവിടെ എല്ലാ വർഷവും കഴിക്കാൻ വരുന്നതാണ്. വളരെ നല്ല സദ്യയാണ്. 7 ദിവസം സ്ഥിരമായിട്ടുണ്ടാകാറുണ്ട്. പല വിഭവങ്ങളും പായസം അടങ്ങിയ സദ്യയാണ്. വളരെ നല്ലൊരു കാര്യമാണ്. ആയിരക്കണക്കിന് ആളുകൾ കഴിച്ചു പോകുന്നതാണ് ദിവസവും. ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കുന്ന അന്നദാനം വൈകുന്നേരം 3 മണി വരെയാണ് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശിവഭക്തി ഗീതങ്ങൾ ശക്തി പഞ്ചാക്ഷരി CD പ്രകാശനം ചെയ്തു. തളി ശിവക്ഷേത്ര സന്നിധിയിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. തളി ഭഗവാനെ കുറിച്ചുള്ള ഗീതങ്ങളാണ് ശക്തി പഞ്ചാക്ഷരി. രാജീവ് മാരാരുടെ വരികൾക്ക് സംഗീതവും ഓർക്കസ്ട്രേഷനും മുരളി രാമനാട്ടുകര നിർവഹിച്ചിരിക്കുന്നു. ഗായകരായ ഉണ്ണി മേനോൻ, ചെങ്ങന്നൂർ ശ്രീകുമാർ, ഡോക്ടർ ശൈലേന്ദ്രവർമ്മ, രശ്മി രാമചന്ദ്രൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA പ്രകാശനം ചെയ്തു. ഈ സംഗീതത്തിന് നമ്മുടെ മനസ്സിലുള്ള സ്വാധീനം ചെറുതല്ല, വല്ലാത്തൊരു അനുഭൂതിയാണ് നമുക്ക് അതിലൂടെ കിട്ടുന്നത്. അത് പ്രത്യേകിച്ച് ഭക്തിഗാനങ്ങളാകുമ്പോൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടുന്ന ഒരു അനുഭൂതി ചെറുതാണ്. അങ്ങനെയുള്ള 4 പാട്ടുകളാണ്, ഭക്തിഗാനങ്ങളാണ് രാജീവനെ രചിച്ചത്. അത് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ തന്നെ അത് ആലപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ. തളി ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രകാശന ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ഗോവിന്ദ് ചന്ദ്രശേഖർ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സൗമ്യനായ സയ്യിദ് പുസ്തക പ്രകാശനം മാർച്ച് 8-ന് വെള്ളിയാഴ്ച നടക്കും. കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പുസ്തകം പ്രകാശനം ചെയ്യും. എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന വലിയൊരു ഹെഡ് ലെവലുള്ളൊരു വലിയൊരു സൊസൈറ്റിയാണ്, ഒരു അസോസിയേഷനാണ് സമസ്ത കേരള ജമീഅത്തുൽ ഉലമ. അതിൻ്റെ ഉപാധ്യക്ഷനാണ് സയ്യിദ് അലി ബാഫക്കി. സമസ്ത കേരള ജമയത്തുൽ ഉലമ ഉപാധ്യക്ഷനും മർക്കസ് പ്രസിഡന്റുമായ സയ്യിദ് അലി ബാഫക്കി തങ്ങളുടെ ജീവചരിത്രം സൗമ്യനായ സയ്യിദ് മാർച്ച് 8-ന് പ്രകാശനം ചെയ്യും. ഇസ്ലാമിക് പബ്ലിഷിംഗ് ബ്യൂറോ ആണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം കോഴിക്കോട് KP കേശവമേനോൻ ഹാളിലാണ് നടക്കുക. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രകാശനം നിർവഹിക്കും. കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C മുഹമ്മദ് ഫൈസി, MK രാഘവൻ MP, എളമരം കരീം MP, SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി, SSF സംസ്ഥാന പ്രസിഡന്റ് ഫിർദൌസ് സഖാഫി കടവത്തൂർ തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കുമെന്നും സൈൻ ബാഫക്കി കൊയിലാണ്ടി, മുല്ലക്കോയത്തങ്ങൾ, അഫ്സൽ മാസ്റ്റർ കൊളാരി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൊന്നത്ത് ശ്രീ ഭഗവതി കാവിലെ താലപ്പൊലി മഹോത്സവം 5 ദിവസങ്ങളിലായി ആഘോഷിച്ചു. പൊങ്കാലയും വിശേഷാൽ പൂജകളും കലാസാംസ്കാരിക പരിപാടികളും തിറയാട്ടങ്ങളും ഉത്സവ ദിനങ്ങളിൽ നടന്നു. 5 ദിവസത്തെ പൊന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പ്രധാന ചടങ്ങായി ഭക്തർ ദേവിക്ക് പൊങ്കാല സമർപ്പിച്ചു. ചടങ്ങുകൾക്ക് പാതിരിക്കുന്നത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനായി. നാഗപൂജ, സർപ്പബലി, കലവറ നിറയ്ക്കൽ, ദീപാരാധന എന്നിവയും നടന്നു. തായമ്പകയും ഗാനമേളയും നൃത്തപരിപാടികളും നാടകവും ഭക്തരെയും കലാസ്വാദകരെയും പിടിച്ചിരുത്തുന്നതായിരുന്നു. തിറയാട്ടങ്ങളും വെള്ളാട്ടുകളും താലപ്പൊലി ഉത്സവത്തെ ഭക്തിപൂർണമാക്കി. പ്രസാദ ഊട്ടിലും മറ്റ് പരിപാടികളിലും 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കൊമ്മേരി മുക്കണ്ണിയിൽ കല്യാണിയമ്മ റോഡ് നാടിന് സമർപ്പിച്ചു. റോഡിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ കൌൺസിലർ കവിത അരുൺ നിർവഹിച്ചു. റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളും നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു. 40 കുടുംബങ്ങൾക്ക് പ്രത്യക്ഷമായും 500ഓളം പേർക്ക് പരോക്ഷമായും ഗുണകരമാകുന്ന കൊമ്മേരി മുക്കണ്ണിയിൽ കല്യാണിയമ്മ റോഡ് യാഥാർത്ഥ്യമായി. കോർപ്പറേഷൻ കൌൺസിലർ കവിത അരുൺ ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും വളരെയധികം ഏറെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കൊമ്മേരിയിലെ ബൈപ്പാസ് റോഡ്. അതേ ആവേശത്തോടു കൂടിയാണ് മുക്കണ്ണിയിൽ ഈ റോഡ് വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ റോഡ് യാഥാർത്ഥ്യമായി എന്ന് അറിഞ്ഞുള്ള സന്തോഷം നിങ്ങളുടെ കണ്ണുകളിലും നിങ്ങളുടെ മുഖത്തും കാണാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വിജയം, അല്ലെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെയാണ്. എന്താ വെച്ചാൽ അത്രത്തോളം അധ്വാനിച്ച്. റോഡ് നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ താജുദ്ദീൻ P അധ്യക്ഷനായിരുന്നു. റോഡ് നിർമ്മാണ കമ്മിറ്റി കൺവീനർ മുസ്തഫ കൊമ്മേരി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ A വിജയൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വാർഡ് കൺവീനർ U സജീർ, സഹദേവൻ, KP ആസിഫ്, ശ്രീധരൻ, കൊമ്മേരി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി മുസ്തഫ പെരിഞ്ചിക്കൽ, C സുധീഷ് കുമാർ, മോഹൻദാസ് മുക്കണ്ണിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. റോഡ് നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളായ നോബിൾ, NP സലീം, ബാബുരാജ് ചമ്പയിൽ, തച്ചറക്കൽ സുനി, സുശാന്ത് VP തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. പ്രഥമ ജവഹർലാൽ നെഹ്റു സമ്മാൻ പ്രതാപൻ തായാട്ടിന് നാഷണൽ സെന്റർ ഫോർ ഹ്യൂമാനിറ്റീസ് ആണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം മാർച്ചിൽ കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ സമർപ്പിക്കുമെന്ന് മോഹൻ പാറക്കടവ്, ഫൈസൽ മായൻ തുടങ്ങിയവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൂരാച്ചുണ്ടിലെ വന്യജീവി അക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച്.
പച്ചക്കറി മാർക്കറ്റ് പാളയത്ത് നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് പാളയത്ത് ഹർത്താൽ. തെങ്ങിലക്കടവ് മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെന്റർ ഉടനെ പ്രവർത്തന സജ്ജമാക്കണമെന്ന് വെൽഫെയർ പാർട്ടി. ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് ജനതാദൾ എസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഐക്യദാർഢ്യം. ലോകത്തിലെ ഏറ്റവും വലിയ കൈത്തറി പാവാട എന്ന ഗിന്നസ് റെക്കോർഡ് സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് സംരംഭക ഷെമീന ശശികുമാർ. ശിവരാത്രി മഹോത്സവങ്ങളിൽ പ്രസിദ്ധമായ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം അന്നദാനത്തിലും പ്രശസ്തം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.